മലബാർ ഭൂമിയിലെ ധാതുക്കളുടെ അവകാശം ഉടമകൾക്കാണെന്ന വിധി നേടിത്തന്ന സുപ്രീം കോടതി അഡ്വക്കേറ്റ് MKS മേനോനെ ആദരിച്ചു. മലപ്പുറം സീ ലോഞ്ചിൽ നടന്ന ചടങ്ങിലാണ് ആദരിച്ചത്. പരിപാടി ഓൾ കേരള ട്രഷർ ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അലി മൊയ്തീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. മലബാറിലെ ഭൂമിയിലെ ധാതുക്കളുടെ അവകാശം ഉടമകൾക്കാണെന്ന വിധി നേടിത്തന്ന സുപ്രീം കോടതി അഡ്വക്കേറ്റ് MKS മേനോനും ട്രഷർ കോറി ഉടമകൾക്കായി പരാതി നൽകിയ EK ലുക്മാനെയും ചടങ്ങിൽ ആദരിച്ചു. മലബാറിലെ ധാതുക്കളുടെ അവകാശം ഉടമകൾക്കാണെന്ന ഹൈക്കോടതി വിധിക്ക് ശേഷം ജില്ലയിലെ ജിയോളജി വകുപ്പടക്കം മറ്റു വകുപ്പുകളിൽ നിന്ന് ലഭ്യമാക്കേണ്ട സേവനങ്ങളിലുള്ള അനിശ്ചിതത്വം നീക്കണമെന്ന് മലപ്പുറം ജില്ലാ കോറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി മലപ്പുറത്ത് സീ ലോഞ്ച് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ആവശ്യപ്പെട്ടു. നിയമങ്ങൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. എന്തു സംഭവിച്ചു? മദ്രാസ് ഹൈക്കോടതിയിലത്തെ കേസ് അവർ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കേസില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ 7 ജഡ്ജിമാരുടെ ജഡ്ജ്മെന്റ് അതിൻ്റെ ഇടയിൽ 9 ജഡ്ജിമാരുടെ ഇടയ്ക്ക് അയച്ചു. അതുകൊണ്ട് മാത്രം അതിനെ പെൻഡിങ്ങിൽ വെച്ചു. നമ്മളതിൽ വ്യക്തമായിട്ടുള്ള വിധി തന്നു, ഓണർഷിപ്പ് നമുക്ക് തന്നെയാണ്. പക്ഷേ അതിൽ റോയൽറ്റി പിരിക്കാൻ പാടുമോ എന്നുള്ളത് തീരുമാനിക്കാൻ 9 ജഡ്ജിമാർ തീരുമാനിക്കണം. അതുകൊണ്ടാണ് പിന്നെയും കുറേ കാലം വൈകി. അത് ആ കോടതി കേസ് വന്നപ്പോൾ 9 ജഡ്ജിമാർ മുമ്പിൽ എന്നെ വിളിച്ചു അറിയാനായിട്ട്. ആ ജഡ്ജ്മെന്റിൽ നമുക്ക് വേണ്ടതൊക്കെ നമ്മളതിൽ ഉൾക്കൊള്ളിച്ചു, കുറെ കൂടി മുന്നോട്ട് കണ്ടിട്ട്. അത് ഇന്ന് പ്രാവർത്തികമായി. ഹൈക്കോടതി സുപ്രീം കോടതിയുടെ വിധിയെ പിന്തുണച്ചുകൊണ്ട് ഹൈക്കോടതി ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ നൽകിക്കൊണ്ട് മലബാർ മേഖലയിലെ ഖനനത്തിന് റോയൽറ്റി സർക്കാരിലേക്ക് അടക്കേണ്ടതില്ല, അതിൻ്റെ ജന്മാവകാശം ആ ഭൂവുടമക്കാണ് എന്ന് പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച അഡ്വക്കേറ്റ് MKS മേനോൻ ഇന്നിവിടെ ഞങ്ങളെ അഭിസംബോധന ചെയ്ത് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ഭീമമായ ഫൈന് വന്ന ഒട്ടേറെ കോറി ഉടമകളുണ്ട്, സ്ഥലത്തിൻ്റെ ഉടമകൾക്കുണ്ട്. അവരിൽ നിന്ന് അന്യായമായി പിടിച്ചെടുത്ത ഈ റോയൽറ്റി എന്ന പേരിൽ പിടിച്ചെടുത്ത ഈ പണം തിരിച്ചു തരണം. ഒട്ടേറെ കോറിക്കാർ ഇന്ന് ഇങ്ങനെ ഫൈൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കടക്കണിയിലായിട്ട് ദുരിതം പേറിക്കൊണ്ട് ഓഫീസുകൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൽ നിന്നുള്ള അമിതമായ ഫൈനും ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള പിരിച്ചെടുക്കലുകളുമൊക്കെയാണ്. അതിന് ബഹുമാനപ്പെട്ട ലുക്മാനാണ് ആ കാര്യത്തിൽ കേസുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയത്. അതിലാണ് ഞങ്ങൾക്കൊരു വിധി കിട്ടിയിട്ടുള്ളത്. ആ വിധി വന്നതിൻ്റെ ശേഷം സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ സുഗമമായ രീതിയിൽ വരുന്നില്ല. അങ്ങനെ ആളുകളെ അപേക്ഷകളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പാസ് ഇഷ്യൂ ചെയ്യുന്നില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ സർക്കാർ എത്രയും പെട്ടെന്ന് ശക്തമായൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നിട്ട് കോറിക്കാർക്കും ക്രഷർക്കാർക്കും സഹായകരമായൊരു നിലപാട് സ്വീകരിക്കണം എന്നുകൂടി ഈ സമയത്ത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മലബാർ മേഖലയിലെ സ്വകാര്യ ഭൂമിയിൽ ധാതുക്കൾ ഖനനം ചെയ്യുമ്പോൾ സർക്കാരിലേക്ക് റോയൽറ്റി അടക്കേണ്ട നിയമം 2021 സർക്കാർ കൊണ്ടുവന്നിരുന്നു. ഇതുമൂലം സ്വന്തം സ്ഥലത്ത് ഖനനം ചെയ്യുന്നവർ സർക്കാരിലേക്ക് പണമടക്കേണ്ട ദുരിതാവസ്ഥ ഉണ്ടായിരുന്നു. ഇത് പൊതുജനങ്ങൾക്കും കോറി ഉടമകൾക്കും ഏറെ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയിരുന്നത്. ഇങ്ങനെ പണം അടക്കേണ്ടതില്ലെന്ന് മാത്രമല്ല, അടച്ച പണം ഉടമകൾക്ക് തിരികെ നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിച്ചത്. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. പുത്തംവീട്ടിൽ ഇബ്രാഹിം, MK മൻസൂർ, EKT ഖാദർ ബാബു, ജമാൽ അരഞ്ഞിക്കൽ, റിയാസ് നാലകത്തെ, അബ്ദുൽ കലാം KT തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് അബ്ദുൾ റസാഖ് പട്ടാക്കൽ സ്വാഗതവും അരീക്കൽ ബീരാൻകുട്ടി നന്ദിയും പറഞ്ഞു. ന്യൂസ് 10 മലപ്പുറം. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.